അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം വാർഷിക പരീക്ഷയുടെ പേപ്പർ 2ന്റെ ആൻസർ കീയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാക്കിയാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ പേപ്പറുടെ സിലബസ് 11 മുതൽ 20 വരെയുള്ള പാഠമാണ്. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം ചരിത്രത്തിന്റെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. ഖബർ ജീവിതമോർത്ത് കരഞ്ഞ് മുഖത്ത് കണ്ണുനീരിന്റെ പാടുണ്ടായി. ഓപ്ഷൻസ്: ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. ചരിത്രം: ഉസ്മാൻ റളിയല്ലാഹു അൻഹു. 2. ഒരു ദിവസത്തിന് 50,000 വർഷത്തിന്റെ ദൈർഘ്യം. ഓപ്ഷൻസ്: ദുനിയാവിൽ, ഖബറിൽ, മഹ്ശറിൽ. ചരിത്രം: മഹ്ശറിൽ. 3. ഭക്ഷണം ലഭിക്കാത്തതിനാൽ 3 ദിവസം പട്ടിണി കിടന്നു. ഓപ്ഷൻസ്: ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ചരിത്രം: ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. 4. സത്യവിശ്വാസികളുടെ കടമയാണ്. ഓപ്ഷൻസ്: പ്രകൃതി സംരക്ഷണം, കീടനാശിനി പ്രയോഗം, ധൂർത്ത്. ചരിത്രം: പ്രകൃതി സംരക്ഷണം. 5. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയുള്ളത്. ഓപ്ഷൻസ്: മദീനയിൽ, ഈജിപ്തിൽ, കൂഫയിൽ. ചരിത്രം: ഈജിപ്തിൽ. 6. പഴങ്ങൾ എന്ന വാക്കിന്റെ അറബി പദം. ഓപ്ഷൻസ്: അനാനാസ്, ഫവാക്കിഹ്, ഖുലാർ. ചരിത്രം: ഫവാക്കിഹ്. അടുത്ത പ്രവർത്തനം ചേരും പിടിച്ചേർക്കുക. 1. ദാരിദ്ര്യം നിറഞ്ഞ ജീവിതം നയിച്ചു. 2. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഷർട്ട് കൊണ്ട് ബർക്കത്തെടുത്തു. 3. വുളൂ ചെയ്ത് കഫൻ പുടവ പുതച്ച് വഫാത്താക്കി. 4. ഹിദായത്തുൽ അസ്കിയ എന്ന ഗ്രന്ഥം രചിച്ചു. 5. കേരളത്തിൽ മതപ്രബോധനം നടത്തി. ഇപ്പുറത്ത് നോക്കൂ. എ. ഇമാം റസാലി റളിയല്ലാഹു അൻഹു. ബി. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു. സി. സൈനുദ്ദീൻ അൽ മഖ്ദൂമുൽ ഖബീർ റളിയല്ലാഹു അൻഹു. ഡി. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഇ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിന്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 1. ദാരിദ്ര്യം നിറഞ്ഞ് ജീവിതം നയിച്ചു. ചരിത്രം: ഡി. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. 2. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഷർട്ട് കൊണ്ട് ബർക്കത്തെടുത്തു. ചരിത്രം: ഇ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. 3. വുളൂ ചെയ്ത് കഫൻ പുടവ പുതച്ച് വഫാത്താക്കി. ചരിത്രം: എ. ഇമാം റസാലി റളിയല്ലാഹു അൻഹു. 4. ഹിദായത്തുൽ അസ്കിയ എന്ന ഗ്രന്ഥം രചിച്ചു. ചരിത്രം: സി. സൈനുദ്ദീൻ അൽ മഖ്ദൂമുൽ ഖബീർ റളിയല്ലാഹു അൻഹു. 5. കേരളത്തിൽ മതപ്രബോധനം നടത്തി. ചരിത്രം: ബി. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു. ഡി. ഇ. എ. സി. ബി. അടുത്ത പ്രവർത്തനം വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. കുടുംബ ബന്ധങ്ങൾ ഡാഷ് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അവരിൽ പൂരിപ്പിക്കേണ്ടത് തകരുക. 2. ദൂർത്തടിക്കുന്നവർ ഡാഷുടെ സഹോദരന്മാരാണ്. അവരിൽ പൂരിപ്പിക്കേണ്ടത് പിശാചുക്കളുടെ. 3. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഡാഷ് അധികം ഹദീസുകൾ മനഃപ്പാഠമാക്കി. അവരിൽ പൂരിപ്പിക്കേണ്ടത് 10 ലക്ഷത്തിൽ. 4. ഖബറിൽ ഡാഷ് സ്വർഗീയ സുഖം ലഭിക്കും. അവരിൽ പൂരിപ്പിക്കേണ്ടത് സജ്ജനങ്ങൾ. ഖബറിൽ സജ്ജനങ്ങൾക്ക് സ്വർഗീയ സുഖം ലഭിക്കും. 5. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഡാഷാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ്. അവരിൽ പൂരിപ്പിക്കേണ്ടത് 2. 6. അന്ത മൗലാന ഡാഷ് അലൽ ഖൗമിൽ കാഫിരീൻ. അവരിൽ പൂരിപ്പിക്കേണ്ടത് ഫൻസുർന. അന്ത മൗലാന ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 1. അമാനത്ത് നഷ്ടപ്പെടൽ അടയാളമാണ്. എന്തിൻ്റെ? ഉത്തരം: ഖിയാമത്ത് നാളിൻ്റെ. 2. ജീവജാലങ്ങളിൽ ആദ്യം നശിക്കുന്നത്. ഉത്തരം: വെട്ടുക്കിളികൾ. 3. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജനിച്ചത് എവിടെ? ഉത്തരം: ബഗ്ദാദിൽ. 4. റൂഹുല്ല എന്ന പേരുള്ള നബി. ഉത്തരം: ഈസാ നബി അലൈഹിസ്സലാം. 5. ഉപ്പ് എന്നതിൻ്റെ അറബി പദം മിൽഹുൻ. 6. ത്വാഖത്ത് എന്ന വാക്കിന്റെ അർത്ഥമെന്ത്? കഴിവ്. അടുത്ത പ്രവർത്തനം ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 1. സന്തോഷത്തോടെ മരിക്കാൻ സാധിക്കും. ആർക്ക്? ഉത്തരം: വിശ്വാസം ഉൾക്കൊള്ളുകയും അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക്. 2. താജുദ്ദീൻ എന്ന സ്വഹാബി യാത്രാ സംഘത്തോട്
വസിയത്ത് ചെയ്തതെന്ത്? ഉത്തരം, മലബാറിലേക്കുള്ള യാത്ര തുടരണമെന്നും അവിടെ ഇസ്ലാം പ്രചരിപ്പിക്കണമെന്നുമാണ് അദ്ദേഹം വസിയത്ത് ചെയ്തത്. 3. അറിവ് പഠിക്കാൻ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു യാത്ര ചെയ്ത 4 സ്ഥലങ്ങൾ. ഉത്തരം, മക്ക, മദീന, യമൻ, ഇറാഖ് തുടങ്ങിയ സ്ഥലങ്ങൾ. 4. ഖിയാമത്ത് നാൾ അടുത്താൽ വർദ്ധിക്കുന്ന 4 കാര്യങ്ങൾ. ഉത്തരം, സംഗീതമേളകളും നർത്തകികളും വർദ്ധിക്കുക, പലിശ ഇടപാടുകൾ അധികമാവുക, മദ്യപാനം വർദ്ധിക്കുക, സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുക എന്നിവ. 5. പ്രകൃതി സംരക്ഷണത്തിൽ പെടുന്ന 2 കാര്യങ്ങൾ എഴുതുക. ഉത്തരം, മരങ്ങൾ മുറിക്കാതിരിക്കുക, കാട് നശിപ്പിക്കാതിരിക്കുക തുടങ്ങിയവ. 6. പണ്ഡിതൻ നൽകിയ റൊട്ടി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചില്ല. കാരണം? ഉത്തരം, ആ പണ്ഡിതൻ ഭരണകൂടത്തിൽ നിന്ന് സമ്മാനം സ്വീകരിക്കുന്ന ആളായതുകൊണ്ടാണ് അദ്ദേഹം നൽകിയ റൊട്ടി ഇമാം സ്വീകരിക്കാതിരുന്നത്. 7. വഅഫു അന്നാ, സാരമെഴുതുക. ഉത്തരം, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ. അടുത്ത പ്രവർത്തനം, കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. 1. മഹ്ശറിന്റെ ഭയാനകത. ഒരു ദിവസത്തിന് ദുനിയാവിലെ 50,000 വർഷത്തിന്റെ ദൈർഘ്യം. തലയുടെ 1 മൈൽ അകലത്തിൽ സൂര്യൻ കത്തി ജ്വലിച്ചു നിൽക്കുന്നു. അസഹ്യമായ ദാഹം, പലരും വിയർപ്പിൽ മുങ്ങുന്നു. ജനങ്ങൾ ആദ്യം ആദം നബി അലൈഹിസ്സലാമിൻ്റെയും തുടർന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും ഈസാ നബി അലൈഹിസ്സലാമിൻ്റെയും അരികിൽ ചെന്ന് തങ്ങൾ കഷ്ടപ്പാടിലാണ്, ഇതിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണമെന്നും അല്ലാഹു തആലയോട് തങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. അവരെല്ലാം തങ്ങൾ അതിനർഹനല്ല എന്ന് മറുപടി പറയുന്നു. അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോകുന്നു. അവിടുന്ന് അതിനർഹനാണെന്ന് പറഞ്ഞുകൊണ്ട് അർശിനു ചുവട്ടിൽ സുജൂദ് ചെയ്യും. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് സ്വീകരിക്കുകയും വിചാരണ നടത്തുകയും ഒടുവിൽ സജ്ജനങ്ങൾ സ്വർഗത്തിലേക്കും ദുർജനങ്ങൾ നരകത്തിലേക്കും പോവുകയും ചെയ്യുന്നു. അടുത്തത്, ധൂർത്ത്. പരിസ്ഥിതിയുടെ നാശത്തിന് ഇടയാക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ധൂർത്ത്. ആവശ്യത്തിലധികവും തൻ്റെ കഴിവിൻ്റെ പരിധിയിലപ്പുറവും ഹറാമായ കാര്യങ്ങളിലും പൊങ്ങച്ചത്തിനു വേണ്ടിയും ചെലവഴിക്കുന്നതെല്ലാം ധൂർത്താണ്. അല്ലാഹു തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വെറുക്കുന്ന സ്വഭാവമാണത്. മിതത്വമാണ് സത്യവിശ്വാസിയുടെ ജീവിത രീതി. ഖുർആൻ പറയുന്നു, നീ ധൂർത്തടിക്കരുത്. ധൂർത്തടിക്കുന്നവർ പിശാചുക്കളുടെ സഹോദരന്മാരാണ്. പിശാചാകട്ടെ തൻ്റെ രക്ഷിതാവിനോട് നന്ദിക്കേട് കാട്ടിയവനുമാണ്. നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.